യൂറോ യു എസ് ടിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. ഞാൻ കഴിഞ്ഞ വീക്ക്ലി അനാലിസിസ് ഇട്ട സമയത്ത് ബാക്കി എല്ലാ പേഴ്സും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടി, ട്രേഡ്സ് കിട്ടി. പക്ഷേ യൂറോ യു എസ് ടി മാത്രം നമ്മൾ ഉദ്ദേശിച്ച രീതിക്കല്ല മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ വീക്ക് യൂറോ യു എസ് ടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമുക്കൊരു റിവേഴ്സൽ തരണമെന്നായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു റിവേഴ്സൽ കിട്ടിയിട്ടില്ല. ഒന്നാമത് നല്ലൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓപ്പൺ ആയത് തന്നെ. ഓക്കെ, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒന്നും അത്ര ഫേവറബിൾ അല്ല. അതുകൊണ്ടാണ് വലിയ ട്രേഡ്സ് ഒന്നും കിട്ടാത്ത. നമുക്ക് വീക്ക്ലി ചാർട്ട് എടുത്ത് കംപ്ലീറ്റ് ഫസ്റ്റ് തൊട്ട് നോക്കാം എന്താണ് ശരിക്കുള്ള അവസ്ഥ. പിന്നെ വീക്ക്ലി അനാലിസിസ് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ ചാനൽ 1K അടിക്കുന്ന സമയത്ത് ഒരു 5K അക്കൗണ്ട് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വീക്ക്ലി ചാർട്ട് നോക്കുന്ന സമയത്ത് ക്ലിയർലി ഒരു ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഈ ഒരു ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ എത്തിയ സമയത്ത് നമുക്ക് എൻട്രീസ് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു റിവേഴ്സൽ കിട്ടിയത് വീക്ക്ലിയിലെ ഒരു വീക്ക്ലി FEG ഉണ്ട്. വീക്ക്ലി FEG എന്നാണ് നമുക്ക് റിവേഴ്സൽ എൻട്രി കിട്ടിയത്. ഓക്കെ, അതവിടെ മൈൻഡിൽ വെക്കുക. പിന്നെ നമുക്ക് 4 hour എന്താ സംഭവം എന്ന് നോക്കാം. ഇതിൻ്റെ ഒക്കെ തുടക്കം എവിടെ നിന്നാ? ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലോ ആണ് നമ്മൾ നോക്കേണ്ടത്. അതെങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയതിന് ശേഷം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല, ഒരു നമ്മളെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ ഹൈയും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ സ്ഥലവും വരെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഏരിയൻ്റെ ഉള്ളിലുള്ള ലോ ആണ് മാർക്ക് ചെയ്യേണ്ടത്. ആ ലോ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടി. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ പ്രീമിയം ഡിസ്കൗണ്ട് ടൂൾ എടുക്കുക, മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നോക്കിയ എൻട്രി ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ കയറിയിട്ടല്ല, അതിൻ്റെ മുമ്പായിരുന്നു നോക്കിയത്. പക്ഷെ അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ശേഷം എന്താ ഉള്ളത് നോക്കാം. അതിന് ശേഷം നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഈക്വൽ ഹൈസ് ഉണ്ട്, ഒരു 3 ഹൈ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സൽ ട്രേഡ് നോക്കാമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനാണ് വെയിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിൻ്റെ മുന്നേ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ താഴോട്ട് ട്രേഡ് നോക്കാൻ പാടില്ല. അതൊരു എന്താ പറയുക, ഒരു ഫേക്ക് ഔട്ട് ആയിരിക്കും. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ ഈ ഒരു FEGന്ന് വേണമെങ്കിൽ മേലോട്ടൊരു ട്രേഡ് നോക്കാം. ഓക്കെ, അതാണ് അപ് ട്രെൻഡ് ട്രേഡ് നോക്കുന്നത്. പിന്നെ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ വെയിറ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ ഏരിയയിൽ നിന്ന് എങ്ങനെ ട്രേഡ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ച് മേലോട്ട് കയറി തിരിച്ചൊരു റിട്രേസ്മെൻറ്റ് തന്ന് പിന്നെ ആ ഹൈ എടുത്തതിന് ശേഷം ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഒരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് താഴോട്ടൊരു എൻട്രി നോക്കാം. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഞാൻ ട്രേഡ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ എങ്ങനെ ട്രേഡ് എടുക്കുന്നതെന്ന് ഒരു സെറ്റപ്പ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലത്.